നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മറ്റ് ക്ലാസ്സുകളൊക്കെ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ അരിത്തമാറ്റിക്കിൽ വരുന്നതാണ് പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, വർക്ക് ആൻഡ് ടൈം. ഉറപ്പായിട്ടും നിങ്ങൾ എഴുതുന്ന CGL-ലും CHSL-ലും വർക്ക് ആൻഡ് ടൈം, പെർസെൻറ്റേജ്, ആവറേജ് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പം പ്രീവിയസ് ഇയർ ചോദിച്ച ഒരു 3-4-5 ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ 2018, 19, 20 കാലഘട്ടത്തിലെ ക്വസ്റ്റൻ ആണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ നേരെ ക്വസ്റ്റനിലേക്ക് ഒന്ന് വേറെ ഒന്നും പറയില്ല. പെർസെന്റേജിന് ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ മറ്റ് ക്ലാസ്സോടെ കയറി കാണുക. ദിശ അക്കാഡമി പെർസെന്റേജ് എന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്താൽ മാത്സ് പെർസെന്റേജിന്റെ ബേസിക് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ബേസ് ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, 2017 ക്വസ്റ്റ്യൻ അല്ലേ. 2017 ചോദിച്ചു, മറ്റു വർഷങ്ങളിൽ ചോദിച്ചു. നമ്പേഴ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേത് എക്സാം എഴുതുന്ന കുട്ടികൾക്കറിയാം ഇതിന്റെ ഒരു പ്രാധാന്യം. മക്കളെ, ഇത് ഈ സ്റ്റുഡന്റ് ഈസ് മൾട്ടിപ്ലൈഡ് എ നമ്പർ 7/12. ഞാൻ വളരെ ഷോർട്ട് കട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ ക്വസ്റ്റ്യൻ. 7/12 ഇൻസ്റ്റെഡ് ഓഫ് 11/16 എന്ന് വെച്ചാൽ ഒരാളൂടെ ഒരു നമ്പറിനെ 11/16 കൊണ്ട് ഗുണിക്കാനാണ് പറഞ്ഞത്. പക്ഷെ അയാൾ എന്ത് കാട്ടി വെച്ചു? 7/12 കൊണ്ട് ഗുണിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഫ്രാക്ഷൻസിലൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ട് ചില കുട്ടികൾ ചെയ്യുന്ന ഇങ്ങനെയാണ്. ഞാൻ കാണിച്ചു തരാമേ. സാർ x × 7/12 അല്ലേ ഞാൻ ചെയ്തത്? ഞാൻ ശരിക്കും ചെയ്യേണ്ടത് x × 11/16 അല്ലേ? തെറ്റിപ്പോയി. ഡിഫറൻസ് അല്ലേ? എറർ ആണ്. ഒറിജിനൽ x × 11/16 അല്ലേ? ആണ്. × 100 അല്ലേ? ഇതല്ലേ ആൻസർ? ഞാൻ പറഞ്ഞു, ഇത് തന്നെയാണ് ആൻസർ. പക്ഷെ നമുക്ക് ഈ ഫ്രാക്ഷനൊക്കെ ഒരു രസമില്ല ചെയ്യാൻ. ഭയങ്കര പാടാണ് ഫ്രാക്ഷൻസ് ഒക്കെ ഇങ്ങനെ കുറച്ച് കണ്ടുപിടിക്കാൻ. അപ്പൊ ഫ്രാക്ഷൻസ് ഇല്ലാതെ നമ്മൾ എങ്ങനെ ഈ ക്വസ്റ്റിനെ ചെയ്യും എന്നതാണ് നമ്മളിപ്പം പഠിക്കാൻ പോകുന്നത് കേട്ടോ. പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫ്രാക്ഷൻസ് ഇല്ലാതെ എങ്ങനെ ഈ ക്വസ്റ്റൻ നമ്മൾ അറ്റൻഡ് ചെയ്യും. ഇപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് ഇതാണ്. എത്രയാണ്? ഇതാണ് ഒറിജിനൽ കേട്ടോ. ഇതാണ് ഒറിജിനൽ എന്ന് മനസ്സിലാക്കി വെക്കുക. എപ്പോഴും ഫ്രാക്ഷൻസിന്റെ ഡിനോമിനേറ്റർ നമുക്ക് 1 ആക്കാൻ പറ്റും. അതിനെന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 12ഉം 16ഉം ഡിനോമിനേറ്റർ കണ്ടോ, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഖ്യ എടുക്കണം. LCM എടുത്താൽ അത്രയും നല്ലതെന്ന് സാറ് പറയും. നല്ലത് LCM എടുത്തില്ലെങ്കിലും വിഷയമില്ല. LCM എടുത്താൽ അത്രയും നല്ലത്. LCM 48 ആണ് 12ന്റെയും 16ന്റെയും. ആ 48 കൊണ്ട് ഓരോന്നിനെ മൾട്ടിപ്ലൈ ചെയ്യണം. കണ്ടല്ലോ, എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. സാറേ, എന്റെ പൊന്നു സാറേ, എനിക്ക് ഫ്രാക്ഷൻസ് ചെയ്യാൻ അപ്പൊ എനിക്ക് ഡിനോമിനേറ്റർ 1 ആക്കണം, അതിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ ഫ്രാക്ഷൻ ആക്കാൻ വയ്യെന്നല്ല, എനിക്ക് ഡിനോമിനേറ്റർ 1 ആക്കുമ്പോൾ ചെയ്യാം. എനിക്ക് 10ൽ നിന്ന് 3 കുറയ്ക്കാനും 5ൽ നിന്ന് 2 കുറയ്ക്കാനുമാണ് എനിക്ക് എളുപ്പം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വെട്ടിക്കളയുമ്പോൾ എനിക്ക് 3 ടൈംസ് വരും. ഇവിടെ 33 എന്ന് കിട്ടും. 4 ടൈംസ് കിട്ടും. ഇവിടെ 28 എന്ന് കിട്ടും. ഇവൻ തന്നെയാണ് ഇവന് കറസ്പോണ്ടിങ് ആണ് ഇവൻ. എന്ന് വെച്ചാൽ 28 കിട്ടേണ്ടടുത്ത് എനിക്ക് എത്ര കിട്ടി? 33 കിട്ടി. നല്ല കാര്യം. 28 കിട്ടേണ്ടടുത്ത് എത്ര കിട്ടി? 33 കിട്ടി. ദാറ്റ് ഈസ് എ ഒറിജിനൽ. കണ്ടല്ലോ, ഒറിജിനൽ. എത്ര കുറഞ്ഞടാ എന്റെ പണി? ഒറിജിനൽ ഇതാണ്. എത്ര എനിക്കിപ്പോ കിട്ടേണ്ടടുത്ത് കുറഞ്ഞു. 28 എന്ന് പറഞ്ഞാൽ എത്ര കുറഞ്ഞു? 5 കുറഞ്ഞു. എങ്കിൽ എത്ര ശതമാനം? കണ്ടല്ലോ, ഈസ് ആൻ ആൻസർ 5/33 × 100. നിങ്ങളുടെ കഴിവുപോലൊക്കെ ഇരിക്കും ഇതിന് ആൻസർ. എന്ന് വെച്ചാൽ 33 കിട്ടേണ്ടടുത്ത് 28 കിട്ടിയെന്ന് പറഞ്ഞാൽ 5 കുറഞ്ഞു. 33 രൂപ കിട്ടേണ്ട എനിക്ക് 28 കിട്ടിയാൽ 5 കുറഞ്ഞു. ദാറ്റ് ഈസ് 5 ന്യൂമറേറ്റർ. 500/30 അങ്ങനെ ഒന്നും ചെയ്യേണ്ടതാണ്ട്. ഇത് 33 ഏകദേശം 100-നകത്ത് എത്ര പറ്റോടാ? 5 ടൈംസിന് അടുപ്പിച്ചേ ഉള്ളൂ. 5 ടൈംസ് ഇല്ല, 3 ടൈംസേ ഉള്ളൂ. 33 × 3 ചെയ്താൽ തന്നെ ഏകദേശം 99 ആണ്. ഇത് 3 പോയിന്റ് സംതിങ് ആണ്. 3 പോയിന്റ് സംതിങ്. അങ്ങനെ തന്നെ മാത്സ് പഠിക്കണം. 5 × 3 ഏകദേശം 15.55% കിട്ടും. ഏകദേശം അത് 15 ആവാം. 15 പോയിന്റ് ആണ് ആൻസർ. അല്ല അവിടെ ഇരുന്നിട്ട് 500/30 അങ്ങനെ ചെയ്യാനല്ല ഞാൻ പറഞ്ഞേ. ഏകദേശം ഇതിന്റെ ആൻസർ 15 പോയിന്റ് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് അത് ഉറപ്പില്ലെങ്കിൽ നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. 15 പോയിന്റ് കിട്ടും. 5 ആണെന്നുള്ളതിനകത്ത് സംശയം നോക്കണ്ട. 15 പോയിന്റ് ആണ് ആൻസർ. അത് ഏത് ഓപ്ഷൻ ഉണ്ടോ അത് എന്ത് ചെയ്യണം? ക്ലിക്ക് ചെയ്യണം. നേരെ ക്വസ്റ്റ്യൻ നമ്പർ 2 നമ്മൾ ചാടി അങ്ങ് പോകുന്നു. മക്കളെ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻ 2018, 2019 ചോദിച്ചു. ഇത് 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നല്ല ക്വസ്റ്റ്യൻ. 2018 സാറ് പറയുന്നെങ്കിലും ഇതിന്റെ പെർസെന്റേജ് ഒക്കെ മാറ്റി വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തു. ഓക്കെ, എല്ലാവരും ചെയ്തേ ഈ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ക്ലാസ്സുകൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണം കേട്ടോ. മോനെ, പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ആണ് എക്സ്പെൻഡിച്ചർ എന്നൊരു ഐഡിയ നിങ്ങൾക്ക് വേണം കേട്ടോ. പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ആണെന്ന് എക്സ്പെൻഡിച്ചർ പഠിച്ചു വെക്കണം. പ്രൈസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കൺസപ്ഷൻ. സ്വാഭാവികമായിട്ടും ഡിക്രീസ്ഡ് ബൈ പ്രൈസ് ആണ് കേട്ടോ. പ്രൈസ് ഈസ് ഡിക്രീസ്ഡ് ബൈ 15%. 15% ഡിക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ 85%. വെട്ടിക്കളഞ്ഞ അത്രയും നല്ലത് 20/17. പറഞ്ഞ ക്ലിയർ ആണല്ലോ. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പാടാണെങ്കിൽ 15% എന്ന് പറഞ്ഞാൽ 5 കൊണ്ട് വെട്ടിയാൽ 3/20.
20ന്റെ കൂടെ 3 കുറയ്ക്കുക, അതാണ് 17. പറഞ്ഞ ക്ലിയർ ആണല്ലോ? ഇവിടെ പഠിക്കണം. ഇൻക്രീസ് ആണെങ്കിൽ 20 23 എന്ന് ഞാൻ പറയും. ഡിക്രീസ് ആണെങ്കിൽ പ്രൈസ് 20 17 കണ്ടല്ലോ, പ്രൈസ് എത്ര? 20 17. ഇങ്ങനെ ചെയ്യുന്നവർ ശ്രദ്ധയ്ക്ക്, ഇൻക്രീസ് ആണെങ്കിൽ മേലുള്ള 3 കൂട്ടി 23 എന്ന് പറയണം. ഡിക്രീസ് ആണെങ്കിൽ ആ 20ന്റെ കൂടെ 3 കുറച്ച് 17 എന്ന് പറയണം. പഠിച്ചു വെക്കണം മോനെ. പ്രൈസ് കൂടിയാൽ കൺസപ്ഷൻ കുറയ്ക്കണമല്ലോ. പ്രൈസ് കൂടി എന്ത് ചെയ്യണം? കൺസപ്ഷൻ കുറയ്ക്കണം. നിങ്ങൾക്ക് എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തണമെങ്കിൽ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം. പ്രൈസ് കൂടി, സ്വാഭാവികമായിട്ടും പ്രൈസ് കൂടിയാൽ കൺസപ്ഷൻ കുറയ്ക്കണം. പ്രൈസ് കുറച്ചാൽ കൺസപ്ഷൻ കൂട്ടണം. എന്തിനിങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇങ്ങനെ ചെയ്താൽ മാത്രമേ എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്താം. നോ ചേഞ്ച് ഇൻ എക്സ്പെൻഡിച്ചർ, ദാറ്റ് ഈസ് ദ മെയിൻ പോയിന്റ്. പറഞ്ഞ ക്ലിയർ ആണല്ലോ? പ്രൈസ് കുറഞ്ഞു, സ്വാഭാവികമായിട്ടും കൺസപ്ഷൻ കൂട്ടണം. ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി എന്ന് പഠിച്ചാൽ മതി കേട്ടോ. നേരെ തിരിച്ചിടുക. വേറെ ചോദ്യം വേണ്ട, തിരിച്ചിടുക. 17 20 ആക്കുക. 17 എന്താക്കുക? ഇതിപ്പോ 20 23 ആയാൽ 23 20 ആക്കുക. 5 6 ആയാൽ 6 5. കാരണം ഈ പ്രൈസും കൺസപ്ഷനോട് ഗുണിക്കുന്നതാണ് എക്സ്പെൻഡിച്ചർ. ഉണ്ടായി 20 × 17 തന്നെയാണ്. ഈ 17 × 20 ഉണ്ടായി. എന്റെ എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത് പ്രൈസ് ആണെങ്കിൽ, ഇത് കൺസപ്ഷൻ ആണെങ്കിൽ, പ്രൈസ് 17 ആയാൽ കൺസപ്ഷൻ 20 ആക്കിയാൽ നിങ്ങളുടെ പ്രശ്നം തീരും. ദാറ്റ് ഈസ് ഓക്കെ. പറഞ്ഞ ക്ലിയർ ആയി? ഇത്രയേ ഉള്ളൂ സംഭവം. എന്ന് വെച്ചാൽ 17 20 ആക്കണമെങ്കിൽ, 17 20 ആക്കണമെങ്കിൽ ചുമ്മാ 20 ആക്കാൻ പറ്റില്ലടാ. 17 ചുമ്മാ 20 ആക്കാൻ പറ്റില്ല. 3 കൂട്ടണം. 17 20 ആക്കണമെങ്കിൽ 3 കൂട്ടണം. എങ്കിൽ എത്ര ശതമാനം? ആൻസർ ഈസ് 300/17%. ഓപ്ഷൻ ബി ഈസ് ആൻസർ. പറഞ്ഞ ക്ലിയർ ആയി മോനെ? ഒന്നും ആലോചിക്കണ്ട, നേരെ തിരിച്ചും കിട്ടോ ആൻസർ. ഷോർട്ട് കട്ട് വേണമെങ്കിൽ സാറ് പറഞ്ഞുതരാം. ഒറ്റയടിക്ക് പറഞ്ഞുതരാം. ഈ ഷോർട്ട് കട്ട് പഠിച്ചോ. ഇങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ. സാർ 100 ആണെങ്കിൽ അത് 15% കുറഞ്ഞാൽ 85 അല്ലേ? ഷോർട്ട് കട്ടാണ്. അപ്പൊ 85നെ 100 ആക്കിയാൽ പോരെ? 85നെ 100 ആക്കാൻ 15 കൂട്ടിയാൽ പോരെ? ഷോർട്ട് കട്ടാണ്. എങ്കിൽ എത്ര ശതമാനം? 15ഉം 7ഉം അല്ലേ? അല്ലെങ്കിൽ വെട്ട് 15 3 വെട്ടം 5 17 വെട്ടം. ആൻസർ ഈസ് 300/17%. ഇത്രയുള്ള സംഭവം. 100 85 ആയി. 85 100 ആക്കാൻ 15 കൂട്ടണം. എങ്കിൽ എത്ര ശതമാനം? ആൻസർ ഈസ് 300/17. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പഠിക്കുക. ഇത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. 2019 ചോദിച്ച ക്വസ്റ്റ്യൻ. വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ഇതിനെ എങ്ങനെ കാണുന്നു എന്ന് എനിക്ക് കാണണം. വളരെ 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പൊ നിങ്ങൾ ആദ്യമേ സൈഡ് എഴുതി വെച്ചാൽ പ്രൈസ് ആൻഡ് കൺസപ്ഷൻ ആണ് എക്സ്പെൻഡിച്ചർ. എഴുതി വെക്കണം കേട്ടോ. എഴുതി വെക്കണം. ഓക്കെ. ഇപ്പൊ എല്ലാവരും ചെയ്തേ. മോനെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു ധാരണ വേണം. 1/7 എന്ന് പറഞ്ഞാൽ അത് 100/7% ആണ്. ദാറ്റ് ഈസ് 7 14 2% ആണ്. ഇത് പഠിച്ചു വെക്കണം കേട്ടോ. പഠിച്ചു വെക്കണം. അതായത് 14 പോയിന്റ് 2/7 എന്ന് പറഞ്ഞാൽ നോക്കിക്കോ. ഇത് പഠിക്കാൻ വേണ്ടിയാണ്. 0.2 ടൈംസ് 14 ആണ്. 6 7 56. മതി. ഇങ്ങനെ പോട്ടെ. അതായത് 1/7 എന്ന് പറഞ്ഞാൽ 14.28 ആണ് അപ്രോക്സിമേറ്റ്ലി. പറഞ്ഞ ക്ലിയർ അല്ലോ? അപ്പം 2/7 എന്ന് പറഞ്ഞാൽ ഇൻറ്റു 2 ആണ്. അപ്പം 14.2 × 2% അപ്രോക്സിമേറ്റ്ലി. 3/7 എന്ന് വെച്ചാൽ ഇത് ഐഡിയ വേണം കേട്ടോ. പെർസെന്റേജിൽ നല്ലൊരു ഐഡിയ വേണം. 14.28 × 3. ആൻസർ ഈസ് 4. കഴിഞ്ഞു. 6 8 12 42.84. കണ്ടോ? ഇത് കാണുമ്പോഴേ ഒറ്റയടിക്ക് എന്റെ പൊന്നു മക്കളുമാർക്ക് പറയാൻ പറ്റണം. എന്ത് പറയാൻ പറ്റണം? സാർ ഇത് 3/7 നീക്കലാണ്. 1/3 കണ്ടാൽ മക്കളുമാർക്ക് ഒറ്റയടിക്ക് പറഞ്ഞു തരാൻ പറ്റണം. സാർ അത് 33.33% നീക്കലാണ്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഒറ്റയടിക്ക് ക്വസ്റ്റ്യൻ കാണാൻ പറയണം. സാർ 42.84 എന്ന് വെച്ചാൽ അത് 1/7 3 ടൈംസ് അല്ലേ? അവർ സ്പീഡ് വരട്ടെ. 1/7 3 ടൈംസ് അല്ലേ? ദാറ്റ് ഈസ് 42.84 3/7 ഒറ്റയടിക്ക് എഴുതിക്കൂടെ എന്നൊരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വേണം. ഞാൻ പറഞ്ഞ ക്ലിയർ അല്ലോ? അതായത് 1/2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയില്ലടാ 50% ആണ്. ആ ഒരു സെറ്റപ്പ് തന്നെ. 1 എന്ന് പറഞ്ഞാൽ 100%. 1/3 എന്ന് പറഞ്ഞാൽ പഠിക്ക് 33.33%. അതുപോലെ 1/7 എന്ന് പറഞ്ഞാൽ 14 2/7%. അതായത് 14.28. ദാറ്റ് ഈസ് 42.84%. അറിയാമെങ്കിൽ ഒറ്റയടിക്ക് കിട്ടും മാർക്ക്. 3/7 ഈക്വലാണ്. ഓക്കെ. ഇൻക്രീസസ്. ഓക്കെ. കൺസപ്ഷൻ ആണ്. കൺസപ്ഷൻ എന്ന് വെച്ചാൽ 7 എന്ന് പറഞ്ഞ കൺസപ്ഷൻ ഇൻക്രീസ് ആണ്. അതായത് 7 3 കൂട്ടി എത്രയായി? പറഞ്ഞേ 10ആയി. 10. സ്വാഭാവികമായിട്ടും പ്രൈസ് കുറയ്ക്കണം. ഇതിനകത്തുണ്ടാവും. ബിക്കോസ് ദ പ്രൈസ് ഓഫ് ഷുഗർ റെഡ്യൂസ്ഡ് ബൈ കൺസപ്ഷൻ എന്നൊരു ക്വസ്റ്റ്യനകത്ത് ഒന്നുകൂടെ തരണമായിരുന്നു. ദ എക്സ്പെൻഡിച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്. അത് തരും. അല്ലെങ്കിൽ ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക.
അപ്പൊ 10 7 ആക്കുക എന്ന് മനസ്സിലാക്കുക. നേരെ ദിവേശ് അതിന്റെ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ 10 7 ഗുണിച്ചാൽ 70 കിട്ടും. കോൺസ്റ്റന്റ് ആവും. 10 7 70. അപ്പൊ 10 7 ആവണമെങ്കിൽ 10 7 ആവണമെങ്കിൽ ചുമ്മാതെ 7 ആവില്ലടാ. 10ന്റെ കൂടെ 3 കുറയ്ക്കണം എങ്കിൽ എത്ര ശതമാനം? ആൻസർ കഴിഞ്ഞു. 30%. നമ്മളെ നോക്കിച്ചിരിക്കുന്നു ഓപ്ഷൻ സി. ഇത്രയേ ഉള്ളൂ പരിപാടി. മനസ്സിലാക്കി വെക്കുക. വേണമെങ്കിൽ എഴുതി വെക്കുക. ദ എക്സ്പെൻഡിച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്, ഹൗ മച്ച് റെഡ്യൂസ് പ്രൈസ് ഓഫ് ഷുഗർ എന്ന് ചിലപ്പോൾ ചോദിക്കാം. ഇതിനകത്ത് എന്തെങ്കിലും ആണോ എന്ന് അറിയില്ല. അത് തന്നെയാണ് ചോദ്യം. ഓക്കെ, റെഡ്യൂസർ ബൈ എന്ന് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ഓക്കെ, ദ പ്രൈസ് ഇൻക്രീസ് ബിക്കോസ് ദ പ്രൈസ് ഓഫ് ഷുഗർ. അത് തന്നെ സംഭവം. അത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. മനസ്സിലാക്കി വെക്കുക. കൺസപ്ഷൻ കൂടി, പ്രൈസ് കൺസപ്ഷൻ ഇൻക്രീസ് ചെയ്താൽ പ്രൈസ് കുറയ്ക്കണം. 7 10 ആയാൽ ആ 7 10 എന്നുള്ളത് മനസ്സിലാക്കുന്നിടത്താണ് നിങ്ങളുടെ കഴിവ്. അത് ഒറ്റയടിക്ക് 3/7 എന്ന് മനസ്സിലാക്കുന്നിടത്ത് നിങ്ങൾ വിജയിച്ചു. പറഞ്ഞ ക്ലിയർ? 7 10 ആയാൽ 10 7 ആക്കണം. 10 3 കൂട്ടാതെ 7 ആവില്ല. 10 7 ആക്കണം എന്ന് വെച്ചാൽ 3 കുറയ്ക്കാതെ 7 ആകില്ല. ഇൻറ്റു 30% റെഡ്യൂസ് ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 4 വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ചെയ്തു. ഞാൻ പറഞ്ഞു തരും മക്കളെ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കണം കേട്ടോ. ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ സ്പീഡ് ചെയ്യും എന്നതാണ് നിങ്ങളുടെ കാര്യം കേട്ടോ. സ്പീഡ് ചെയ്യും. ഇത് ചോദിക്കും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. നമ്മൾ ഒരു 3-4 ക്വസ്റ്റ്യൻ ചെയ്യിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചെയ്യുക. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. വളരെ പ്രാധാന്യമുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ ഓക്കെ. അപ്പൊ സിലിണ്ടറിന്റെ വോളിയം നിങ്ങൾക്ക് അറിയണം. പൈ ആർ സ്ക്വയർ എച്ച്. പൈ ആർ സ്ക്വയർ എച്ച് പഠിക്കണം കേട്ടോ. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ പൈ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. സാർ ഷോർട്ട് കട്ടി പറഞ്ഞുതരാം. 120% ഇൻക്രീസ് ആരാണ്? റേഡിയസ്. അതായത് 220% ആയെന്നാണ് പറയുന്നത് കേട്ടോ. അതായത് 10% ഇൻക്രീസ് ആയാൽ 110%, 10% ഡിക്രീസ് ആയാൽ 90%, 220% ഇൻക്രീസ് ആയാൽ 320%, 120% ഇൻക്രീസ് ആയി 200%. 220% എന്ന് പറഞ്ഞാൽ എഴുതി വെക്കടാ 11/5. ഇതാണ് റേഡിയസിന്റെ കളി. ഓക്കെ. അല്ലെങ്കിൽ 120% എടുക്കുന്ന കുട്ടികളുണ്ട്. അവരെടുക്കുന്നത് സാറേ 5/6 അല്ലേ സാർ? അത് 6/5 അല്ലേ ആണ്. അത് ഇൻക്രീസ് ആണെങ്കിൽ 5 6 കൂട്ടി 11 പറയേണ്ട വരും. അത് വേണ്ട. ഇപ്പൊ റേഡിയസിന്റെ ചേഞ്ച് 5 ആവുന്ന റേഡിയസ് എത്രയായി മാറി? പറഞ്ഞേ 11 ആർ സ്ക്വയർ അല്ലേടാ. ആർ സ്ക്വയർ അല്ലാണ്ട് 6 × അല്ലേ? കണ്ടോ? പൈനെ മൈൻഡ് ചെയ്യണ്ട. അപ്പൊ സ്വയമായിട്ട് ഒരു റേഡിയസ് കൂടെ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. 5 എത്രയായി? 11 കണ്ടല്ലോ. ഇനി എച്ച് ഹൈറ്റിന്റെ വ്യത്യാസം. ഡിക്രീസ് ബൈ 40%. 40% ഡിക്രീസ് ആയെങ്കിൽ 100 എത്ര ആയെന്നാ? 60 ആയെന്നാ? 60%. ദാറ്റ് മീൻസ് 5 3 ആയെന്നാണ്. 5 എന്നുള്ളത് എത്രയായി പറഞ്ഞ മോനെ? 3 ആയി. ഇതാണ് ഹൈറ്റിന്റെ വ്യത്യാസം. പറഞ്ഞ ക്ലിയർ അല്ലോ? അല്ലെങ്കിൽ നിങ്ങൾ 40% എന്ന് എടുത്താലും മതി. എഴുതി വെക്കണം. ഞാൻ വായിക്കും. അത് 2/5 ആണ്. 5 2 ആയെന്നല്ല. 5ന്റെ കൂടെ 2 കുറയ്ക്കണം. 3 ആയെന്നാണ്. ഇൻക്രീസ് ആണെങ്കിൽ 5ന്റെ കൂടെ 2 കൂട്ടി 7 ആയി. അതായത് 140% എന്നുള്ള കൺസെപ്റ്റ്. ഇതൊന്ന് എഴുതി വെക്കുക. ഇത് ഗുണിക്കുക. കാര്യം വോളിയമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പൈ മൈൻഡ് ചെയ്യണ്ട. മേലും താഴെ ഒറിജിനലും ആ ഒരു വ്യത്യാസവും വരുമ്പോഴത്തേക്ക് പൈയും ക്യാൻസൽ ആവും. 5ന്റെ ക്യൂബ് 125. സാറ് പറയാൻ നിനക്ക് പഠിച്ചാൽ മാർക്ക് കിട്ടും. 121 × 3 കണ്ടോ? 121 × 3 ആണ് ഇവിടെ. ഒന്ന് എഴുതി വെക്കാൻ. ഞാൻ അടുത്ത പേജിലോട്ട് പോകും. ഒന്ന് എഴുതി വെക്കാം. ഒന്നുകൂടെ പറഞ്ഞു തരും. റേഡിയസ് 5 × 11 5 × 11 ഹൈറ്റ് 5 × 3 ദാറ്റ് ഈസ് 40% ഡിക്രീസ്. 5 5 5 ദാറ്റ് ഈസ് എ വോളിയം. പൈ മൈൻഡ് ചെയ്യണ്ട. ഇവിടെ പൈ അവിടെ പൈ ഇവിടെ വെട്ടിപ്പോവും. പറഞ്ഞ ക്ലിയർ ആയോ? വെട്ടിപ്പോവും. അതുകൊണ്ട് മൈൻഡ് ചെയ്യണ്ട. പറഞ്ഞ ക്ലിയർ ആണല്ലോ? ഇതേതൊക്കെ പഠിച്ചാൽ മതി. അപ്പൊ ഞാൻ ഇനി എങ്ങനെ ഷോർട്ട് കട്ട് ഇതിനെ കാണും? സാർ ചെയ്ത രീതി കണ്ടല്ലോ. അപ്പൊ നോക്കിയിരിക്കണം. റേഡിയസ് 5 11 പൈ ആർ സ്ക്വയർ എച്ച്. പൈ മൈൻഡ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു. 5 കാര്യം വിത്ത് റെസ്പെക്ട് ഒറിജിനിലും എററിനകത്തും പൈ വരുന്നതുകൊണ്ട് ക്യാൻസൽ ആവും. എച്ച് എത്രയായി? 5 × 3 നോക്കിയിരിക്കണം. ഇത് 125. ഇതെല്ലാം കൂടെ ഗുണിച്ചു. എത്ര? 121 × 3. മക്കളെ നിങ്ങൾക്ക് വേണമെങ്കിൽ 121 റേഷ്യോ 3 6 361 ചെയ്യാം. ദ പെർസെന്റേജ് ഇൻക്രീസ് ആണ് ചെയ്യേണ്ടതാണ്. 125 എങ്ങനെ 363 ആയെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് എ ഡിഫറൻസ്. 125 10നെ കടമെടുത്തു. 5 8 3 238 കൂടിയെന്ന് പറയാം. കാരണം ഇത് രണ്ടും കൂട്ടുമ്പോഴാണ് 363 വരുന്നത്. എത്ര ശതമാനം? ആൻസർ കിട്ടി. 25 4 ടൈംസ് 5 ടൈംസ് താണ്ടേ 238 × 4 എന്നാൽ 32 3 എത്ര? 12 15 ശിഷ്ടം 1 952. 952/5 ആണ് ഉത്തരം. ഇതിന്റെ പകുതി. ഇവിടെ × 2 ചെയ്തു. ഇവിടെ × 2 ചെയ്തു. കാര്യം 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സുഖമാണ്. അപ്പൊ 952 ഞാൻ ചെയ്യുന്ന മനസ്സിലാക്കുക. × 2 ഇങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. 4 10 18 19 ആണ്ടേ
ഇതാണ് ആൻസർ. 1904 വരും, 1904 വരും എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ അതിനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 19 എന്ന് പറഞ്ഞ് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് 125, ഇത് 121 × 3, 121 × 3 എത്ര? 369. ഓക്കെ, അപ്പൊ ഇത് 90%, പെർസെന്റേജ് ഓഫ് ഇൻക്രീസ് ഇൻ വോളിയം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഇൻക്രീസ് ഇൻ വോളിയം എന്ന് വെച്ചാൽ ഇത് എത്ര ആവും? 19 പോയിന്റ്. നമ്മൾ എവിടെയോ ഒരു കാൽക്കുലേഷൻ ചിലപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. ഓക്കെ, 952 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഒരു സ്ഥാനം മാത്രം മാറ്റിയാൽ മതി. ഒരു സ്ഥാനം, അതിന് 2 സ്ഥാനം മാറ്റി 190.4 ആയി. 190.4% ഇൻക്രീസ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഒന്ന് എഴുതി വെക്കണേ മക്കളെ. 125 363 ആയി, 238 കൂടി. അതിനേക്ക് ഒന്ന് വെട്ടിക്കളയുമ്പോൾ എനിക്ക് ആൻസർ ആയിട്ട് ഇത്രയുള്ള പരിപാടി. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒന്നുമല്ല ചെയ്യേണ്ടത്. ഒരു മത്സര പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം വോളിയം എഴുതി വെക്കുക. ആദ്യത്തെ വോളിയം എത്ര ആയിരുന്നു? 125 ആയിരുന്നു. രണ്ടാമത് ചേഞ്ച് ആയത് എത്ര ആയിരുന്നു? 363 അല്ലേ? ഞാനതിനെ 100 ആക്കാൻ ശ്രമിക്കും. 125 100 ശരിക്കും എന്ത് ചെയ്താൽ മതി? 100/125 കൊണ്ട് ഗുണിച്ചാൽ മതി. 100/125 എന്ന് വെച്ചാൽ 0.8 ആണ് കേട്ടോ, പഠിച്ചു വെക്കണം. 125 × 8 ആണ് 1000. ഇതൊക്കെ നിങ്ങൾ എപ്പോഴും അറിയണം കേട്ടോ. അതേ സെറ്റപ്പിൽ നിങ്ങൾ ചെയ്താൽ മതി. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. 0.8, അതായത് 125 × 0.8 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 100 കിട്ടും കേട്ടോ. പഠിച്ചു വെക്കണം കേട്ടോ, ഇതൊക്കെ പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. അപ്പം 0.8 കൊണ്ട് ഇവിടെ ഗുണിക്കുക. 100 ആക്കാൻ എളുപ്പമാണ്. 100ന്റെ എന്തും അത് തന്നെയാണ്. അപ്പൊ ഇതേ കണക്ക് തന്നെ ഞാൻ ഇവിടെ എന്ത് ചെയ്യും? 0.8 കൊണ്ട് ഗുണിക്കും. നമ്മുടെ സ്മാർട്ട് വർക്കാണ് നമുക്ക് വേണ്ടത്, ഹാർഡ് വർക്ക് അല്ല. അപ്പൊ 363 8 കൊണ്ട് ഗുണിക്കണ്ട. 24 2 അത്രയും ഞാൻ ബുദ്ധിമുട്ടില്ല. 24 28 2 ഇഷ്ടം എത്ര? 24 26 268. അല്ലെങ്കിൽ നോക്കാം 0.8 3 24 2 ഇഷ്ടം 48 50 വന്നു. ശിഷ്ടം 5 24 29 കണ്ടോ? 290.4 കിട്ടിയുണ്ടോ? 100 290.4 ഞാൻ പറയും കൂടിയത് 190.4 ആണ്. അപ്പൊ ഇതിന് ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 190.4 ആണ്. ഒന്നുമില്ല സംഭവം, മനസ്സിലാക്കി വെക്കുക. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി അതുപോലെ ചെയ്യുക. അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് റേഡിയസ് 10 എടുക്കാം, ഹൈറ്റ് വേണമെങ്കിൽ 10 എടുക്കാം. 120% ഇൻക്രീസ് ആയെന്ന് പറഞ്ഞാൽ 10 × 120/100 എടുക്കാം. അത് 12 ആയെന്ന് പറയാം. 10 ഹൈറ്റ് 40% ഡിക്രീസ് ആയാൽ 60% 6 ആയെന്ന് പറയാം. എന്നിട്ട് ഓരോന്ന് ഗുണിച്ച് നമുക്ക് എടുക്കാം. അങ്ങനെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞ കണക്ക് തന്നെ പ്രോബ്ലം ചെയ്താൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 4 ക്വസ്റ്റ്യൻ സാർ പറഞ്ഞത്. ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ചെയ്യണം. പ്രൈസ് കൺസെപ്ഷൻ നോട്ട് ചെയ്യണം. അതുപോലെ ഞാൻ ഈ പറഞ്ഞ റേഡിയസ് ടൈപ്പ് നോട്ട് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും കാണുക. ഞാൻ ഒന്നുകൂടെ ഉറപ്പിക്കുന്നു, നമ്മൾ പഠിക്കുന്നത് SSC എക്സാംസ് ആണ്. അപ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ CHSL MTS ആണ്. ഒരേ MTS എഴുതുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് നല്ല ക്വസ്റ്റ്യൻ ആണ്. നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ദിശ അക്കാഡമി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ലൈക്കും കമന്റും, വളരെ കുറച്ച് പേരല്ല നമ്മുടെ വീഡിയോ കാണുന്നത്, എന്നിട്ട് പോലും നമ്മൾ എഫേർട്ട് ചെയ്ത് ക്ലാസ് തരുന്നുണ്ട്. ഒരു ക്ലാസ് പോലും നമ്മൾ മുടക്കില്ല. നമ്മൾ ഇതിനകത്ത് 50 ഡേ 60 ഡേ പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അത്രയും ദിവസം നിങ്ങൾ ക്ലാസ് തരും. അതിനിപ്പോൾ ഒരാൾ കാണാനുണ്ടെങ്കിൽ പോലും ഞങ്ങൾ ക്ലാസ് എടുക്കും. സപ്പോർട്ട് തരിക. നിങ്ങളുടെ ലൈക്കും കമന്റുമാണ് ഞങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ സപ്പോർട്ട്, അംഗീകാരം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.